വന്നിരിക്കുന്നത് നമ്മുടെ കരിങ്കുറിഞ്ഞിയിൽ വെച്ചിട്ട് ഒരു ഹൽവ ഉണ്ടാക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ കുറുക്കൊക്കെ ഉണ്ടാക്കിയ മക്കൾ അങ്ങനെ കഴിക്കണമെന്നില്ല. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായിട്ടും കുട്ടികൾ കഴിക്കും. ഇതൊരു പരീക്ഷണമായിരുന്നു കേട്ടോ, പരീക്ഷിച്ച് വിജയിച്ചതാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ആവശ്യത്തിന് പച്ചരി കുതിർക്കാൻ ഈ വെള്ളത്തിലിട്ടിട്ടുണ്ട്. നമുക്ക് ഇലയൊന്ന് കഴുകി തോർത്തി വൃത്തിയാക്കി എടുക്കണം. ആവശ്യത്തിനില്ല പച്ചരി ഇവ രണ്ടും കൂടി ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഇലയുടെ ഗുണമൊന്നും കളയണ്ട. നമുക്കിങ്ങനെ തന്നെ ഒരുമിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അരന് വേണ്ടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കരിപ്പോട്ട് ഞാൻ ചീകി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ചീകി വെച്ചിരിക്കുന്ന കരിപ്പോട്ട് കൂടി ഞാനിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അരച്ചെടുത്ത മിശ്രിതം നമ്മൾക്ക് ഒരു ഇരുമ്പ് ചീനിച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് നന്നായി ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അടുക്കി പിടിക്കാൻ നന്നായിട്ട് ഇളക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് നെയ്യ് കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യമെങ്കിൽ തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ് കിട്ടും. നെയ്യ് ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് വേറൊരു ബൗളിലേക്ക് ശകലം നെയ്യ് തൂവി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് സെറ്റാക്കി എടുക്കാം. അരമണിക്കൂർ നേരം വെച്ചാൽ ഇത് സെറ്റായി കിട്ടും കേട്ടോ. എന്നിട്ട് നമുക്കിത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ദേ ഹൽവ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് കൊടുത്താൽ നന്നായിട്ട് ഇഷ്ടമാകും കേട്ടോ, കുറുക്ക് കഴിക്കാത്ത കുട്ടികൾക്ക്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.